ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കുറേ തിയറംസ് പഠിച്ചു. അത് വെച്ചുള്ള പ്രോബ്ലംസ് ആണ് ഇനി മൊത്തം ചെയ്യാൻ പോകണം. ഓക്കെ, നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്താണെന്നൊന്ന് ജസ്റ്റ് നോക്കാം. ഇന്നലെ കുറച്ച് തിയറംസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു സീരീസ് എടുക്കാം. 3, 7, 11, 15, 27. ഇതിൽ ഫസ്റ്റ് ടൈം അത്, സെക്കൻഡ് ടൈം ഇത്, തേർഡ് ടൈം, ഫോർത്ത് ടൈം. സെൻറ്ററിൽ വരുന്ന സാധനമാണ്. സെൻറ്ററിൽ വരുന്ന ടൈം ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും ടൈം കൂട്ടുക. 7+1 / 2, അതായത് ഫോർത്ത് ടൈമാണ് സെൻറ്ററിൽ വരിക. കാരണം ഇത് വലിയ ചിലപ്പോൾ നിങ്ങൾക്ക് 100ാമത്തെയും 120ാമത്തെയും ടൈമൊക്കെ തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് ഫസ്റ്റ് തന്നിരിക്കുന്ന ടൈം പ്ലസ് ലാസ്റ്റത്തെ ടൈം / 2 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൻറ്ററിലുള്ള ടൈം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ഫോർത്ത് ടൈമാണ് സെൻറ്ററിലുള്ളത്. ഇതിൽ ഒരു ടേം നമ്മൾ സെലക്ട് ചെയ്തു. അതിൽ നിന്ന് ഈക്വലി ഡിസ്റ്റൻസിലുള്ള രണ്ട് ടേമുകൾ, ഇപ്പോൾ 23ഉം 7, ഇത് രണ്ടും ഒരു ടേം അപ്പുറത്തുള്ള ടേമുകളാണ്. അപ്പോൾ രണ്ടും കൂടി കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടും? 23 + 7 = 30. 30 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇരട്ടിയാണ്. അതായത് ഈ രണ്ട് ടേമുകൾ കൂട്ടി കഴിഞ്ഞാൽ നടുവിലുള്ള ടേമിൻ്റെ ഇരട്ടി കിട്ടും. അതായത് ഈ രണ്ട് ടേമുകൾ കൂട്ടിയിട്ട് ÷ 2 ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെൻറ്ററിലുള്ള ടേം കിട്ടും. അത് ഒരു ജനറൽ സാധനമാണ്. അതുപോലെ തന്നെ നിങ്ങൾ 15ന് ഈക്വൽ ഡിസ്റ്റൻസുള്ള വേറെ ഏത് ടൈം ആണെങ്കിലും നോക്കുക. 11 + 19 നിങ്ങൾക്ക് 30 കിട്ടും. 30 / 2 15 കിട്ടും. അതാണ് നമ്മൾ ആദ്യം പഠിച്ച കാര്യം. പിന്നെ രണ്ടാമത് പഠിച്ച കാര്യം, നമുക്ക് ഈ ഫുൾ ടേംസിൻ്റെ സം എത്രയാണെന്ന് അറിയണം. 105 ആണ്, 105 ആണ്. ഓക്കെ, അത് കിട്ടാൻ വേറൊരു വഴിയും കൂടി ഉണ്ട്. സെൻറ്റർ ടൈം × നമ്പർ ഓഫ് ടൈം ചെയ്താൽ മതി. സെൻറ്റർ ടൈം എന്ന് പറയുന്നത് 15 × നമ്പർ ഓഫ് ടൈംസ് 7. 15 × 7 ചെയ്താൽ നമുക്ക് 105 കിട്ടും. അപ്പോൾ ഏതൊരു ടൈമിൻ്റെയും ഫുൾ സം കണ്ടുപിടിക്കണമെങ്കിൽ, സം കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ സെൻറ്റർ ടൈം × നമ്പർ ഓഫ് ടൈംസ് ചെയ്താൽ മതി. അതാണ് നമ്മൾ രണ്ടാമത് പഠിച്ച കാര്യം. ഓക്കെ, പിന്നെ നമ്മൾ അടുത്തതായിട്ട് പഠിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീരീസ് തന്നെ നോക്കുക. ഇത് പൊസിഷനാണ്, ഇത് ടേംസ് ആണ്. ഓക്കെ, ഇതിലെ സം ഓഫ് പൊസിഷൻ സെയിം ആയിട്ട് വരുന്ന ടേംസ് ഏതാ? 5, 2, 7 ആണ്. 4, 3, 7 ആണ്. ഓക്കെ, ഈ 5 2 കൂട്ടിയ അഞ്ചാമത്തെ ടൈമും രണ്ടാമത്തെ ടൈമും കൂട്ടിക്കഴിഞ്ഞാൽ 19 + 7 = 26 കിട്ടും. അതേതാ? അഞ്ചാമത്തെയും രണ്ടാമത്തെയും ടൈമാണ് നമ്മൾ കൂട്ടിയത്. ഇപ്പോൾ അഞ്ചാമത്തെയും രണ്ടാമത്തെയും ടൈം കൂട്ടുമ്പോൾ എത്ര? 5 + 2 7 ആണ് സം വരുന്നത്. ആ സെയിം 7 സം വരുന്നതാണ് 4 + 3. 4 + 3 എത്ര? 15 + 11, അതും 26 ആണ്. അതായത് സം ഓഫ് ദ പൊസിഷൻ സെയിം ആണെങ്കിൽ സം ഓഫ് ദ ടേംസ് വിൽ ബി ആൾസോ ഈക്വൽ എന്നാണ് നമ്മൾ പഠിച്ച അടുത്തൊരു തിയറം പറയണത്. ഓക്കെ, പിന്നെ നമ്മൾ ഏറ്റവും അവസാനം പഠിച്ചു സം ഓഫ് n ടൈംസ് ഏതായിരിക്കും. സം ഓഫ് n ടൈംസ് വിൽ ബി n/2 × 2a + n - 1 × d. ഇതിപ്പോൾ ഞാൻ ഒന്ന് ഓടിച്ച് പറഞ്ഞാണ്. ഇതൊക്കെ നിങ്ങൾക്ക് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആയിട്ട് വരാൻ പോണത്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഇതിൽ ആദ്യത്തെ പ്രോബ്ലം നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഫോർത്ത് ടൈം ഓഫ് എ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 8. അതിൽ ഫസ്റ്റ് പാർട്ട് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് തേർഡ് ടൈം + ഫിഫ്ത്ത് ടൈം എത്രയായിരിക്കും. സെക്കൻഡ് പാർട്ട് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് സെക്കൻഡ് ടൈം + സിക്സ്ത് ടൈം എത്രയായിരിക്കും. തേർഡിൽ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് സെവൻത്ത് ടൈം + ഫസ്റ്റ് ടൈം എത്രയായിരിക്കും. ഈ 3 കാര്യങ്ങളാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഫസ്റ്റ് തന്നെ സീരീസ് മനസ്സിലാവാൻ ഈ പ്രോബ്ലം ഇതിൽ മാത്രം ഇങ്ങനെ എഴുതുള്ളൂ ഞാൻ. A1, A2, A3, A4, A5, A6, A7. ഈ ഒരു സീരീസ് നിങ്ങൾ വിചാരിക്കുക. ഇതിൻ്റെ ഉള്ള സെൻറ്റർ ടൈം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, 8 ആണെന്ന് തന്നിട്ടുണ്ട്. ഈ സെൻറ്റർ ടൈമിൻ്റെ പ്രത്യേകത എന്താ? സെൻറ്റർ ടൈമിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലുള്ള രണ്ട് ടേമുകൾ കൂട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും ഈ സെൻറ്റർ ടൈമിൻ്റെ ടോയ്സാണ് കിട്ടാൻ നമ്മൾ പഠിച്ചു. A3, A5 നോക്കുക. A3, A5 എന്ന് പറയുന്നത് ഇതിൽ നിന്ന് സെയിം ഡിസ്റ്റൻസിൽ എടുക്കുന്ന രണ്ട് ടേമുകളാണ്. അപ്പോൾ ഇത് രണ്ടും കൂട്ടി കഴിഞ്ഞാൽ കിട്ടുന്നത് ഈ ടൈമിൻ്റെ ടോയ്സ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ എത്രയായിരിക്കും? 2 × 8 16 ആയിരിക്കും. ഇനി A2, A6ൻ്റെ കാര്യം നോക്ക്. A2, A6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് സെയിം ഡിസ്റ്റൻസിൽ തന്നെ എടുക്കുന്ന രണ്ട് ടേമുകളുണ്ട്, A2, A6. അത് രണ്ട് കൂട്ടുമ്പോഴും ഇതിൻ്റെ ടോയ്സ് ആയിരിക്കും കിട്ടുക. പിന്നെ ആ വഴി മാത്രമല്ല, നിങ്ങൾ നേരത്തെ വേറെ പ്രോപ്പർട്ടി പഠിച്ചു. സം ഓഫ് പൊസിഷൻ ഓഫ് രണ്ട് നമ്പേഴ്സ് ഈക്വൽ ആണെങ്കിൽ അവരുടെ കിട്ടുന്ന സമ്മ് ഈക്വൽ ആയിരിക്കും. അതായത് A3, A5 എന്ന് പറയുന്ന രണ്ട് നമ്പേഴ്സ് കൂട്ടുമ്പോൾ കിട്ടുന്ന അതേ വാല്യൂ തന്നെയായിരിക്കും A2, A6 എന്ന് പറയുന്ന രണ്ട് നമ്പേഴ്സിൻ്റെ. അതായത് സെക്കൻഡ് പൊസിഷനിലുള്ളത് 6ാമത്തെ പൊസിഷനിലുള്ള നമ്പർ കൂട്ടിയാലും തേർഡ് പൊസിഷനിലുള്ളതും 5ാമത്തെ പൊസിഷനിലുള്ള
നമ്പർ കൂട്ടിയാലും കിട്ടുന്നത് സെയിം വാല്യൂ ആയിരിക്കും. കാരണം 2 + 6 8 ആണ്, 3 + 5 8 ആണ്. അപ്പോൾ നമുക്കറിയാം 16 തന്നെ സെയിം ആയിരിക്കും ഇവിടെ. 7 + 1 8 ആണ്, അപ്പോൾ ഇവിടെയും 16 ആയിരിക്കും കിട്ടുക. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ച പ്രോപ്പർട്ടീസൊക്കെ ഓർത്ത് വയ്ക്കുക. ഒന്നുമില്ല, നേരത്തെ പഠിച്ച പ്രോപ്പർട്ടീസ് വന്നിട്ടായിരുന്നു, ഒരു സീരീസ് ഇങ്ങനെ എടുക്കുകയാണ്. A1 A2 A3 A4 A5 A6 A7. ഓക്കെ, ഇതിൻ്റെ ഉള്ള സെൻറ്റർ ടേം എന്ന് പറയുന്നത് എപ്പോഴും ഈക്വൽ ഡിസ്റ്റൻസിലുള്ള രണ്ട് ടേമുകൾ. ഇപ്പോൾ ഇത് 2 ടേം അപ്പുറത്തുള്ളതാണ്, ഇത് 2 ടേം ഇപ്പുറത്തുള്ളതാണ്. A1 A7. A1 + A7 എന്ന് പറയുന്നത് എപ്പോഴും 2 ടൈംസ് ഓഫ് A4 ആയിരിക്കും. അതായത് സെൻറ്റർ ടേമിൻ്റെ ഡബിൾ ആയിരിക്കും. അതുമാത്രമല്ല, ഇപ്പോൾ ഇതിൽ A1 + A7 എന്ന് പറഞ്ഞാൽ 8 ആണ്. 1 + 7 8. അതുപോലെ തന്നെ A6 + A2 2 + 6 8 ആണ്. അപ്പോൾ A1ഉം A7ഉം കൂട്ടിയാൽ കിട്ടുന്നതും A6ഉം A2ഉം കൂട്ടിയാൽ കിട്ടുന്നതും അതുപോലെ തന്നെ A3ഉം A5ഉം കൂട്ടിയാൽ കിട്ടുന്ന നമ്പറും സെയിം ആയിരിക്കും. ഓക്കെ, ഞാൻ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത് ഫസ്റ്റ് ടൈം ചെയ്യണോണ്ടാണ്. ഇനി ഞാൻ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്ത് പറയില്ല. ഓക്കെ, ഇനി ഇതിൻ്റെ തന്നെ രണ്ടാമത്തെ പാർട്ട്. ഓക്കെ, രണ്ടാമത്തെ പാർട്ടിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താ? വാട്ട് ഈസ് ദ സം ഓഫ് 3rd, 4th and 5th ടൈംസ് A3 + A4 + A5 എത്ര ആയിരിക്കും നമ്മൾ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യനിലുണ്ട് A3 + A5 = 2 ടൈംസ് A4. നമുക്ക് ആ വാല്യൂ കിട്ടി. 2 × 8 16 കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കിട്ടിയതാണ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ആപ്പാടെ A4 മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ A3 + A5 എന്ന് പറയുന്നത് നമുക്ക് 16 കിട്ടി. അപ്പോൾ 16 + A4 = എത്രയായിരിക്കും? അതായിരിക്കും ഇതിൻ്റെ വാല്യൂ. 16 + A4 എന്ന് പറയുന്നത് 16 + 8 24 ആയിരിക്കും ഇതിൻ്റെ വാല്യൂ. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് ഇതിൽ എളുപ്പമായിട്ട് ഇത് ചെയ്യാൻ പറ്റും. പറയട്ടെ, നമ്മൾ വേറൊരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു സീരീസ് എടുക്കുകയാണ്. A1 A2 A3 എന്ന് പറഞ്ഞ സീരീസ് എടുക്കുകയാണ്. A1 + A2 + A3 എത്ര ആയിരിക്കും? അതെന്ന് പറയുന്നത് എപ്പോഴും സെൻറ്റർ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ആയിരിക്കും. A2 × 3 ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് A3 + A4 + A5 കണ്ടുപിടിക്കണമെങ്കിൽ ഭയങ്കര സുഖമാണ്. A4 × 3 ചെയ്താൽ മതി. ഓക്കെ, A4 നമുക്ക് എത്രയാണ്? 8 8 × 3 24. ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഈ വഴി ഉപയോഗിച്ചാൽ മതി. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് 2 വഴി പറഞ്ഞു തന്നുള്ളൂ. ശരിക്കും സിമ്പിളായിട്ടുള്ള വഴി രണ്ടാമത് പറഞ്ഞാണ്. ഇനി നിങ്ങളുടെ ചോദിച്ചിട്ടാണ് വാട്ട് ഈസ് ദ സം ഓഫ് 5 ടേംസ് ഫ്രം 2 to 6 A2 to A6 വരെയുള്ള ടേംസിൻ്റെ സം കണ്ടുപിടിക്കണം. നിങ്ങൾക്കറിയാം A2 to A6 വരുമ്പോൾ അതിൻ്റെ മിഡിൽ ടേം ഏതായിരിക്കും? ഞാൻ പറഞ്ഞു തന്നു 2 + 6 / 2, അതായത് 4 ആയിരിക്കും അതിൻ്റെ മിഡിൽ ടേം. അപ്പോൾ A4 × A2 to A6 എത്ര ടേംസ് ഉണ്ട്? 4 ടേംസ് ഉണ്ട്. അത് കിട്ടാൻ വേണ്ടിയിട്ട് 6 - 2 ചെയ്താൽ മതി. 4 ടേം ഉണ്ട്. ഓക്കെ, അപ്പോൾ A4 × 4 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും 8 × 4 32 ആണ് വാല്യൂ. ഓക്കെ, ഇനി ഇതിൻ്റെ തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. തേർഡ് ക്വസ്റ്റ്യനിൽ നമ്മൾ ചോദിച്ചിട്ടുള്ളത് എന്തിട്ടാ? സം ഓഫ് 5 ടേംസ് ഫ്രം 2nd to 6th. ഓക്കെ, സം ഓഫ് 5 ടേംസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് എവിടെ തൊട്ടാണ്? A2 to A6 A2 to A6 വരെ നമുക്ക് വരുമ്പോൾ അതിൻ്റെ സെൻറ്റർ ടൈം എങ്ങനെ കണ്ടുപിടിക്കുക? A2 A3 A4 A5 A6. ഇതിൻ്റെ സെൻറ്റർ ടൈം എന്ന് പറഞ്ഞാൽ 6 + 2 / 2 ആയിരിക്കും. A4 ആയിരിക്കും ഇതിൻ്റെ മിഡിൽ ടൈം വരാം. A4 നമുക്കറിയാം. A4ൻ്റെ വാല്യൂ = 8. സം എത്ര ആയിരിക്കും? മിഡിൽ ടൈം ഇൻറ്റു നമ്പർ ഓഫ് ടൈംസ് വിച്ച് ഈസ് 5. മിഡിൽ ടൈം 8 അല്ലേ നമുക്ക് തന്നിട്ടുള്ള? 8 × 5 40 ആയിരിക്കും സം ഓഫ് A2 to A6. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ദ സം ഓഫ് 7 ടൈംസ് ഫ്രം 1st ടൈം to 7th ടൈം? സം ഓഫ് 7 ടൈംസ് ഫ്രം A1 to A7. ഓക്കെ, ഇതിൻ്റെ സെൻറ്റർ ടൈം ഏതായിരിക്കും? A1ൻ്റെയും A7ൻ്റെയും സെൻറ്റർ ടൈം കണ്ടുപിടിക്കണമെങ്കിൽ 7 + 1 / 2 A4 ആയിരിക്കും. ഓക്കെ, നമുക്ക് A4ൻ്റെ വാല്യൂ അറിയാം. A4 = 8. സം എന്ന് പറയുന്നത് അപ്പോൾ മിഡിൽ ടൈം ഇൻറ്റു നമ്പർ ഓഫ് ടൈംസ് വിച്ച് ഈസ് = 7. 8 × 7 56. ഓക്കെ, 56. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ് ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത്. ദ കോമൺ ഡിഫറൻസ് ഓഫ് എ അരിത്തമാറ്റിക് സീക്വൻസ് ഈസ് 2.
ആൻഡ് സം ഓഫ് 9th 10th ആൻഡ് 11th ടൈം മീൻസ് 19. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കോമൺ ഡിഫറൻസ് 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സം ഓഫ് 9th പ്ലസ് 10th പ്ലസ് 11th ടൈം ഈസ് 19 തന്നിട്ടുണ്ട്. നമ്മുടെ അടുത്ത് എന്താ ചോദിച്ചിട്ടുള്ളത്? കാൽക്കുലേറ്റ് ദ ഫസ്റ്റ് 3 ടൈംസ് ഓഫ് ദ സീക്വൻസ് A1 A2 A3 നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ഇത് വളരെ സിമ്പിളായിട്ടുള്ള സാധനമാണ്. നമുക്ക് ഫസ്റ്റത്തെ ഏതെങ്കിലും 3 ടൈമിൻ്റെ സമ്മ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അതിൻ്റെ സെൻറ്റർ ടൈം എന്ന് പറയുന്നത് ഈ സമ്മിൻ്റെ എത്രയായിരിക്കും? ഈ സെൻറ്റർ ടൈമും ഈ സമ്മും തമ്മിലുള്ള റിലേഷൻ എന്താണ് നമ്മൾ പഠിച്ചത്? സമ്മ് എന്ന് പറയുന്നത് എപ്പോഴും സെൻറ്റർ ടൈം ഇൻറ്റു നമ്പർ ഓഫ് ടൈംസ്. ഇതിലെത്ര? 1 2 3. ഓക്കെ, നമുക്ക് സെൻറ്റർ ടൈം ഇൻറ്റു 3, അതായത് A10 ഇൻറ്റു 3 ആണ് നമുക്ക് 90 കിട്ടിയത്. അപ്പോൾ A10ൻ്റെ വാല്യൂ നമുക്ക് ഇന്ന് കണ്ടുപിടിക്കാം. 90 ഡിവൈഡഡ് ബൈ 3, അത് എത്ര വരാം? 30 വരും. A10 എന്ന് പറയുന്നത് നമുക്ക് 30 കിട്ടി. പിന്നെ ഭയങ്കര സിമ്പിളാണ്. A10 എന്ന് പറയുന്നത് എത്രയാണ്? A10 എന്ന് പറയുന്നത് A പ്ലസ് 9 ടൈംസ് കോമൺ ഡിഫറൻസ് ആണ് 30 എന്ന് പറയുന്നത്. നമുക്ക് കോമൺ ഡിഫറൻസ് 2 എന്ന് അറിയാം. അപ്പോൾ A ഈക്വൽ ടു 30 മൈനസ് 9 ഇൻറ്റു 2 ആയിരിക്കും. 30 മൈനസ് 18 വിച്ച് ഈസ് ഈക്വൽ ടു 12. A എന്ന് പറയുന്നത് 12 കിട്ടി. നമുക്കിനി അതിൽ ഏത് ടേം വേണമെങ്കിലും കണ്ടുപിടിക്കാം. ആദ്യത്തെ ടൈം A1 എന്ന് പറയുന്നത് A തന്നെ ആയിരിക്കും, 12. അതിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് ഈ സീരീസ് ചെയ്താൽ പറ്റും 12, 14, 16 എക്സെട്ര. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ തന്നിട്ട് ഏത് സ്ഥലത്തെ ടൈം വേണമെങ്കിലും കണ്ടുപിടിക്കാം. പിന്നെ A25 നിങ്ങളടുത്ത് ചോദിച്ചു വിചാരിക്കും. അപ്പോൾ A പ്ലസ് 24 ടൈംസ് ഇൻറ്റു ഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ 25th ടൈമും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് സം ഓഫ് ഫസ്റ്റ് 7 ടേംസ് ആസ് 70. അതായത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഏതാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്? ആദ്യത്തെ 7 പദങ്ങളുടെ സം എന്ന് പറയുന്നത് 70 ആയിരിക്കണം. ഓക്കെ, നമ്മൾക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ അതിൻ്റെ ഉള്ളിൽ സം ഓഫ് ഫസ്റ്റ് 7 ടേം ഈസ് ഈക്വൽ ടു 70. ഓക്കെ, ആ ഒരു സാധനം മാത്രം നമുക്ക് തന്നിട്ടുള്ളൂ. നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് എന്താ? ആ ഒരു സീരീസ് എഴുതാം. ഓക്കെ, നിങ്ങൾ ഒരു കാര്യം ആലോചിച്ച് നോക്കുക. ഫസ്റ്റത്തെ 7 ടേംസിൻ്റെ സെൻറ്റർ ടൈം ഏതായിരിക്കും? സെൻറ്റർ ടൈം എന്ന് പറയുന്നത് 4ാമത്തെ ആയിരിക്കും. അപ്പോൾ 1ാമത്തെ തൊട്ട് 7ാമത്തെ വരെ പദങ്ങളുടെ സെൻറ്റർ ടൈം എന്ന് പറയുന്നത് നമുക്കറിയാം 1 + 7 ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു 4. അതായത് 4ാമത്തെ പദം എന്ന് പറയുന്നതായിരിക്കും അതിൻ്റെ സെൻറ്റർ ടൈം. ഈ സെൻറ്റർ ടൈമും സമ്മും തമ്മിലുള്ള ബന്ധം എന്താ? സെൻറ്റർ ടൈം ഇൻറ്റു നമ്പർ ഓഫ് ടൈംസ് ഈക്വൽ ടു ദ സം. നമ്പർ ഓഫ് ടൈംസ് 7 ആണെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ A4 എത്രയായിരിക്കും? 10 ആയിരിക്കും. സെൻറ്റർ ടൈം നിങ്ങൾക്ക് 10 കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് സെൻറ്റർ ടൈം 10 കിട്ടി. ഇനി ആ സീരീസ് ചെയ്താൽ ഭയങ്കര എളുപ്പമാണ്. കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോമൺ ഡിഫറൻസ് വെച്ചിട്ട് ആ സീരീസ് ചെയ്താൽ. ഇപ്പോൾ ഇതിൻ്റെ 4ാമത്തെ 1 2 3 4ാമത്തെ പദം നിങ്ങൾക്ക് കിട്ടി. 5ാമത്തെ 6ാമത്തെ 7ാമത്തെ ആ സീരീസ് ചെയ്താൽ അത് ആദ്യം തന്നെ സെൻറ്റർ ടൈം 10. ഇവിടെ ഇതിൽ നിന്ന് ഇഷ്ടമുള്ളത് കൂട്ടി ചെയ്താൽ 11 12 13. ഇതിൽ നിന്ന് 1 കുറയ്ക്കുക 9 8 7. ഇത് ഒരു സീരീസാണ്. അതായത് കോമൺ ഡിഫറൻസ് 1 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യത്തെ ഒരു സീരീസ് കിട്ടും. കോമൺ ഡിഫറൻസ് 2 എടുത്തിട്ട് നമുക്ക് അടുത്ത സീരീസ് ചെയ്താൽ സെൻറ്റർ ടൈം ഇവിടെ 10 തന്നെ. അത് കഴിഞ്ഞിട്ട് 8 6 4 12 14 16. ഇനി അടുത്ത് വേണമെങ്കിൽ 3 എടുക്കുക 13 16 19 7 4 1. ഇത്ര സിമ്പിളാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറയണത് സം ഓഫ് ഫസ്റ്റ് 3 ടൈംസ് ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയണത് നമുക്ക് തന്നിട്ടുള്ള വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ആണ്. അതുകൂടാതെ സം ഓഫ് ഫസ്റ്റ് 7 ടൈംസ് നമുക്ക് തന്നിരിക്കുന്നത് 140 ആണ്. ഓക്കെ, നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് സെക്കൻഡ് ടൈം ചോദിച്ചിട്ടുണ്ട്, 4th ടൈം ചോദിച്ചിട്ടുണ്ട്, A2 ചോദിച്ചിട്ടുണ്ട്, എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 2ാമത്തെ പാർട്ടിൽ ഇരിക്കണ് A4 എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, വാട്ട് ഈസ് ദ ഫസ്റ്റ് 3 ടൈംസ് ഓഫ് ദിസ് സീക്വൻസ്? A1 A2 A3 കണ്ടുപിടിക്കണം. അപ്പോൾ A2 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള സാധനമാണ്. നമുക്ക് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിലും വളരെ സിമ്പിളായിട്ടുള്ള സാധനമാണ്. നമുക്ക് ഫസ്റ്റത്തെ 3 ടൈംസിൻ്റെ സമ്മ തോന്നുന്നുണ്ട്. അതിനർത്ഥം നമുക്ക് സിമ്പിളായിട്ട് സെൻറ്റർ ടൈം കണ്ടുപിടിക്കാം. സം ഓഫ് 3 ടൈംസ് എന്ന് പറയുന്നത് എത്രയാണ്? മിഡിൽ ടൈം ഇൻറ്റു
നമ്പർ ഓഫ് ടേംസ്. ഓക്കെ, മിഡിൽ ടൈം ഫസ്റ്റത്തെ 3 ടൈമിൻ്റെ സെൻറ്റർ ടൈം ഏതായിരിക്കും? 2 ആയിരിക്കും, A2 ആയിരിക്കും. മിഡിൽ ടൈം ഇൻറ്റു നമ്പർ ഓഫ് ടൈംസ് വിച്ച് ഈസ് ഈക്വൽ ടു 3 ഈസ് ഈക്വൽ ടു 30. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് A2 കണ്ടുപിടിക്കാം. A2 ഈക്വൽ ടു 10 ആയിരിക്കും. 30 ഡിവൈഡഡ് ബൈ 3, 10. A2 കിട്ടി. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ A4 കണ്ടുപിടിക്കണം. ഓക്കെ, A4 കണ്ടുപിടിക്കണം. നമുക്ക് സം ഓഫ് 7 ടേംസ് തന്നിട്ടുണ്ട്. ഈ ആദ്യത്തെ 7 ടേമുകളുടെ സെൻറ്റർ ടൈം എന്ന് പറയുന്നതായിരിക്കും A4 എന്ന് പറയുന്നത്. അപ്പോൾ A4 ഇൻറ്റു 7 ആണ് 140 നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ A4 എന്ന് പറയുന്നത് 140 ഡിവൈഡഡ് ബൈ 7 വിച്ച് ഈസ് ഈക്വൽ ടു 20. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം കിട്ടി ഇവിടെ. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് ഈ സീരീസിൻ്റെ 1-ാം പദം 2-ാം പദം 3-ാം പദം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ A2ഉം A4ഉം കിട്ടി. അപ്പോൾ A2 എന്ന് പറയുന്നത് എന്തിട്ടാണ്? ഫസ്റ്റ് ടൈം പ്ലസ് കോമൺ ഡിഫറൻസ് ആണ് നമ്മുടെ ആദ്യത്തെ പദം 10. ഇനി ഇതിൻ്റെ ഉള്ളിലത്തെ A4 എന്ന് പറയുന്നത് എത്രയാണ്? A പ്ലസ് 3 ടൈംസ് കോമൺ ഡിഫറൻസ് ആണ് നമ്മളുടെ 4ാമത്തെ ടേം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ നിന്ന് ഇത് കുറച്ചു. 20 - 10 എന്ന് പറയുന്നത് 10. 3D - D 2D. A ക്യാൻസൽ ആയിപ്പോയി. 2D ഈക്വൽ ടു 10, D ഈസ് ഈക്വൽ ടു 5 എന്ന് നമുക്ക് കിട്ടി. നമുക്ക് D5 എന്നുള്ള സാധനം ഇവിടെ ഈ വാല്യൂ ഇവിടെ കൊണ്ടിട്ട് കൊടുക്കുക. A പ്ലസ് D ഈക്വൽ ടു 10 ആണെങ്കിൽ A ഈസ് ഈക്വൽ ടു 10 - 5 വിച്ച് ഈസ് ഈക്വൽ ടു 5. നമുക്ക് A കിട്ടി. A1ൻ്റെ വാല്യൂ കിട്ടി 5. കോമൺ ഡിഫറൻസ് 5 വെച്ച് കൂട്ടിയാൽ 10, 15 ഇതായിരിക്കും സീരീസ്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സാക്ട്ലി സെയിം. നമ്മളിപ്പോൾ ചെയ്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ എക്സാക്ട്ലി സെയിം ആണ്. നമ്പേഴ്സ് മാത്രമേ വ്യത്യാസമുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് നോട്ടിലെ ആൻസർ മാത്രം ചെയ്താൽ നിങ്ങൾ ഈ സെയിം വേയിൽ സോൾവ് ചെയ്തിട്ട് ഉത്തരം കിട്ടണമെന്ന് നോക്കാം. ഓക്കെ, ഇനി ഇതിലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 4 എന്ന് പറയുന്നത് സം ഓഫ് 11th ആൻഡ് 21st ടേം, അതായത് A11 പ്ലസ് A21 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. 80. ഓക്കെ, വാട്ട് ഈസ് ദ 16th ടേം? A16 ആണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം A11ൻ്റെയും A21ൻ്റെയും സെൻറ്റർ ടൈം നമ്മൾ കണ്ടുപിടിക്കണം. അതായത് 11 പ്ലസ് 21 ഡിവൈഡഡ് ബൈ 2 എത്രയായിരിക്കും? 32 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 16 ആണ് കിട്ടുക. അപ്പോൾ അതായത് A16 എന്ന് പറയുന്നത് ഈ 11ൻ്റെയും 21ൻ്റെയും സെൻറ്റർ ആയിട്ടുള്ള ടൈമാണ്. നമുക്കറിയാം ഒരു ടൈമിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലുള്ള 2 ടേമുകൾ എനി ടൈം. ഓക്കെ, രണ്ടിൻ്റെയും ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ ഇത് രണ്ടിൻ്റെയും സം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡബിൾ ആയിരിക്കും. അതായത് 80 എന്ന് പറയുന്നത് 2 ടൈംസ് A16 ആയിരിക്കും. അപ്പോൾ A16 എന്ന് പറയുന്നത് 80 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 40. ഓക്കെ, 16ാമത്തെ ടൈം നമുക്ക് കിട്ടി. ഇനി കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് വായിച്ചു നോക്കാം. ദ ആംഗിൾസ് ഓഫ് എ പെൻഡഗൺ ആർ ഇൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഓക്കെ, ആദ്യം നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു പെൻഡഗൺ ഉണ്ട്. 5 സൈഡ്സ് ഉണ്ടാവും ഇപ്പോൾ അതിന്. ഓക്കെ, 5 സൈഡ്സും 5 ആംഗിളും. 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5. ഈ ആംഗിൾസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ആംഗിൾസ് ഒരു അരിത്തമെറ്റിക് സീക്വൻസിലാണ് പോയേക്കണതെന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ഈ പെൻഡഗണിൻ്റെ അല്ലെങ്കിൽ ഏതൊരു പോളിഗണിൻ്റെയും ഇൻറ്റേർണൽ ആംഗിൾസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. അതായത് n-2 ഇൻറ്റു 180 ആയിരിക്കും ഏതൊരു പോളിഗണിൻ്റെയും സം ഓഫ് ഇൻറ്റേർണൽ ആംഗിൾസ്. നമുക്കറിയാം വെറുതെ ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ അത് 180 ആയിരിക്കും. അതൊരു റെക്റ്റാങ്കിൾ ആകുമ്പോൾ 360 ആവും എന്ന് നമുക്കറിയാം. അത് ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ള എത്രയായിരിക്കും? 5 - 2 = 3 ഇൻറ്റു 180 = 540. ഓക്കെ, ഞാനിത് ഈ ഇക്വേഷൻ പറഞ്ഞുതരാൻ കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് 540 പഠിച്ചു വയ്ക്കാം. പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ 8 സൈഡുള്ള അല്ലെങ്കിൽ 9 സൈഡുള്ള ഒരു പോളിഗണൊക്കെ തരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാനായിരിക്കും എളുപ്പം. ഓക്കെ, മാത്സിൽ നിങ്ങളൊരു കാര്യം ആലോചിക്കുക. ഒരു ക്വസ്റ്റ്യൻ പഠിച്ചാൽ ആ ക്വസ്റ്റ്യൻ തന്നെ അതുപോലെ തന്നെ നിങ്ങൾ എക്സാമിന് വരുന്ന ആലോചിക്കരുത്. നിങ്ങൾക്ക് കൺസെപ്റ്റ് പഠിച്ചു വയ്ക്കുക. കൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യനിലും അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സം ഓഫ് ഇൻറ്റേർണൽ ആംഗിൾസ് നമുക്കറിയാം. ഇപ്പോൾ ഇതിലെ 1 + 2 + 3 + 4
പ്ലസ് 5 എന്ന് പറയുന്നത് എപ്പോഴും 540 ആയിരിക്കും. ഓക്കെ, നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണെന്ന് നോക്കാം. ഓക്കെ, ചോദിച്ചിരിക്കുന്ന ചോദ്യം, ഇഫ് ദ ആംഗിൾസ് ആർ റിട്ടൺ അക്കോർഡിംഗ് ടു ദെയർ മാഗ്നിറ്റ്യൂഡ് വാട്ട് വുഡ് ബി തേർഡ് ആംഗിൾ? നമുക്ക് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് എന്തിട്ടാ, ഇതിൻ്റെ ഉള്ള തേർഡ് ആംഗിൾ എത്രയായിരിക്കും എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പം അതായത് ഈ സം ഓഫ് ഇൻറ്റേർണൽ ആംഗിൾസ്, ഈ ആംഗിൾ നമ്പർ 1, ആംഗിൾ നമ്പർ 2 പ്ലസ് ആംഗിൾ നമ്പർ 3 പ്ലസ് ആംഗിൾ നമ്പർ 4 പ്ലസ് ആംഗിൾ നമ്പർ 5 എന്ന് പറയുന്നത് 540 ആയിരിക്കും. ഇനി നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് ഈ ആംഗിൾ 3 എത്രയായിരിക്കും എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. ആദ്യം തന്നെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇഫ് ദ ആംഗിൾസ് ആർ റിട്ടൺ അക്കോർഡിംഗ് ടു ദെയർ മാഗ്നിറ്റ്യൂഡ് വാട്ട് വുഡ് ബി ദ തേർഡ് ആംഗിൾ? വാട്ട് വുഡ് ബി ദ തേർഡ് ആംഗിൾ? തേർഡ് ആംഗിൾ എത്രയായിരിക്കും എന്നാണ് ചോദിക്കണം. അപ്പോൾ തേർഡ് ആംഗിളും ഈ സം ഓഫ് ദ ഈ എല്ലാ ആംഗിളുകളുടെ സമ്മിൽ തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും? ഒരു ടേമിൻ്റെ ഒരു സീരീസിൻ്റെ സം ഓഫ് ദ സീരീസും അതിൻ്റെ സെൻറ്റർ ടേമും തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത് സെൻറ്റർ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് വിച്ച് ഈസ് ഈക്വൽ ടു 5. അതായിരിക്കും സം ഓഫ് ദ സീരീസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ള അപ്പോൾ മൂന്നാമത്തെ ആംഗിൾ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് 540 ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ മതി. നിങ്ങൾക്ക് കിട്ടണ 180 ഡിഗ്രി ആണെന്ന് തോന്നുന്നു. ദാറ്റ് വിൽ ബി ദ ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം കിട്ടി. A3 ഈസ് ഈക്വൽ ടു 108 ഡിഗ്രി. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള രണ്ടാമത്തെ ചോദ്യം എന്താണ് ഇതിൻ്റെ ഉള്ളത്? രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, സ്മോളസ്റ്റ് ആംഗിൾ 40 ആണെങ്കിൽ ബാക്കിയുള്ള ആംഗിളുകൾ എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ അടുത്ത് A1 40 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് A ഈസ് ഈക്വൽ ടു 40. നമുക്ക് A3 അറിയാം. A3 എത്രയായിരിക്കും? A3 എന്ന് പറയുന്നത് A പ്ലസ് 2 ടൈംസ് കോമൺ ഡിഫറൻസ് ആയിരിക്കും 108. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് D കണ്ടുപിടിച്ചൂടെ? നമുക്ക് A ഓൾറെഡി അറിയാം. 40 പ്ലസ് 2D ഈസ് ഈക്വൽ ടു 108. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് 2 ടൈംസ് D ഈസ് ഈക്വൽ ടു 108 മൈനസ് 40 68. D ഈസ് ഈക്വൽ ടു 34 ഡിഗ്രീസ് വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് ദ സ്മോളസ്റ്റ് ആംഗിൾ ഈസ് 40, വാട്ട് ആർ അതർ ആംഗിൾസ്? A1 40 ആണെങ്കിൽ ബാക്കി ആംഗിൾസ് എത്രയായിരിക്കും ചോദിക്കണം. A1 ഈക്വൽ ടു 40, അപ്പോൾ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് 34, അപ്പോൾ അടുത്തത് 74 ആയിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് 74 പ്ലസ് 34 എത്ര വരും? 108. അത് നമുക്ക് ഓൾറെഡി എത്ര അറിയാം? 108. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 142. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 176. 1 2 3 4 5 അത്രയേ ഉള്ളൂ സീരീസ്, എക്സെട്ര ഇല്ല. ഇനി നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കണ അടുത്ത ക്വസ്റ്റ്യൻ, ഇനി നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിലെ സ്മോളസ്റ്റ് ആംഗിൾ, അതായത് ഇപ്പോൾ ഇതിൻ്റെ ഉള്ള ആംഗിൾ ആദ്യത്തെ ആംഗിളാണ് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അത് 36 ആവാൻ പറ്റുമോ എന്നാണ് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. ഓക്കെ, നമുക്ക് ഒരു പോളിഗൻ്റെ കേസിൽ നമുക്ക് റെഗുലർ പോളിഗണാണ് ഇത് അതിൻ്റെ ഉള്ളിൽ നമുക്കറിയാവുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്മോളസ്റ്റ് ആംഗിൾ എന്ന് പറയുന്നത് ഒരിക്കലും 180 ഡിഗ്രിയിലും കൂടാൻ പാടില്ല. അതാണ് ഒരു കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ഇതിലെ 1 2 3 4 5 എന്ന് പറഞ്ഞാൽ ഒറ്റ ടേമുമ്പോഴും 180 അതിനധികമോ ആവാൻ പാടില്ല എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ ആദ്യത്തെ ടൈം A എന്ന് പറയുന്നത് 36 ഡിഗ്രി ആയിട്ട് എടുത്തു നോക്കാം. നമുക്ക് സെൻറ്റർ ടൈം A3 എന്ന് പറയുന്നത് 108 ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, അപ്പോൾ A പ്ലസ് 2 ടൈംസ് D ഈസ് ഈക്വൽ ടു 108. ഇതിൽ നിന്ന് നമുക്ക് 2 ടൈംസ് D എത്ര കിട്ടുക? 108 മൈനസ് 36 വിച്ച് ഈസ് ഈക്വൽ ടു 72. ദാറ്റ് മീൻസ് D ഈസ് ഈക്വൽ ടു 36 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, ഇനി ഫസ്റ്റ് ടൈം 36ഉം കോമൺ ഡിഫറൻസ് 36 ആയിട്ടുള്ള ഒരു സീരീസ് നമുക്ക് എഴുതി നോക്കാം. 36 ആയിരിക്കും ആദ്യത്തെ ടൈം, പിന്നെ 72 വരും, പിന്നെ 108 ആണ് അടുത്തത് വരാം. 108 പ്ലസ് 36 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 144 വരും. അടുത്ത ടൈം 180 വരും. ഈ 180 ഡിഗ്രി വരാൻ പാടില്ല. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഒരു പോളിഗണ്ട ഒരു സൈഡ് ഇങ്ങനെയാണ്, ഇതിപ്പോൾ 180ക്ക് കുറവാണ്.
അത് വലുതായി അവസാനം 180 ആകുമ്പോൾ എന്ത് പറ്റും, ഇതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് മാറും. ഓക്കെ, അപ്പം തൊട്ട് ഇത് ഒരു റെഗുലർ പോളിഗൺ അല്ലാണ്ടാവും. നമുക്ക് തന്നിക്കുന്നത് ഒരു റെഗുലർ പോളിഗൺ ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ 180 ഡിഗ്രി എന്ന് പറയുന്ന ആംഗിൾ ഇതിൽ വരാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 36 എന്ന് പറയുന്ന കോമൺ ഡിഫറൻസ്, അല്ലെങ്കിൽ 36 എന്ന് പറയുന്നത് സ്മോളർ ആംഗിൾ, 36 എന്ന് പറയുന്ന ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ആദ്യത്തെ ആംഗിൾ 36ഓ അതിന് താഴെയോ ആവാൻ പറ്റില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, റൈറ്റ് ഫോർ അരിത്തമെറ്റിക് സീക്വൻസ് ഹൂസ് സം ഈസ് 100. അതായത് ആദ്യത്തെ 4 ടേമിൻ്റെ സമ്മ് 100 ആയിട്ടുള്ള 4 അരിത്തമെറ്റിക് സീക്വൻസ് ചെയ്താൽ റൈറ്റ് ഫോർ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് സം ഓഫ് ഫസ്റ്റ് 4 ടേംസ് ഈസ് 100. അതായത് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് സം ഓഫ് ഫസ്റ്റ് 4 ടേംസ് ഈസ് 100 എന്ന് മാത്രമാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ വരുന്ന ഒരു 4 സീരീസ് ചെയ്താണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഞാൻ കുറച്ച് നേരത്തെ നിങ്ങൾക്ക് സം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഫോർമുല പഠിപ്പിച്ചു. സം ഓഫ് n ടേംസ് ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d ആണ്. ഓക്കെ, നമുക്ക് S4 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, S4ൻ്റെ ഫോർമുലയാണ് കണ്ടുപിടിക്കേണ്ടത്. S4 ഈക്വൽ ടു 4/2 ഇൻറ്റു 2 ടൈംസ് a പ്ലസ് n ഈസ് ഈക്വൽ ടു 4 മൈനസ് 1 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു d ഈസ് ഈക്വൽ ടു 100. ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് എയും ഡിയും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കണം. 2 ഇൻറ്റു 2a പ്ലസ് 3d ഈക്വൽ ടു 100. ദാറ്റ് മീൻസ് 2a പ്ലസ് 3d ഈക്വൽ ടു 50. ഓക്കെ, ഇനി ദാറ്റ് മീൻസ് a ഈക്വൽ ടു 2a ഈക്വൽ ടു 50 മൈനസ് 3d. a is equal to 50 minus 3d divided by 2. ഓക്കെ, നിങ്ങൾക്ക് ഒരു സീരീസിൻ്റെ എയും ഡിയും തമ്മിലുള്ള റിലേഷൻ കിട്ടി. നിങ്ങൾ ജസ്റ്റ് ഫോർ ഒരു സീരീസ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ സീരീസിൻ്റെ എയും ഡിയും തമ്മിലുള്ള റിലേഷൻ കിട്ടി. നിങ്ങൾക്കിനി ആ സീരീസിൻ്റെ ആദ്യത്തെ ഒരു കോമൺ ഡിഫറൻസ് നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം. കോമൺ ഡിഫറൻസ് 1 ആയിട്ട് എടുക്കാം എന്ന് തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് എയുടെ വാല്യൂ എത്ര കിട്ടുക? എ ഇസ് ഈക്വൽ ടു 50 മൈനസ് 3 ഡിവൈഡഡ് ബൈ 2. എ ഇസ് ഈക്വൽ ടു 47 ഡിവൈഡഡ് ബൈ 2. 47 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് കറക്റ്റായിട്ടൊരു ഒരു ഫ്രാക്ഷൻ. അതുകൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് രണ്ടാമത്തെ ടൈം നമ്മൾ എടുത്ത് നോക്കും. ഡി ഇസ് ഈക്വൽ ടു 2 ഇട്ട് കൊടുക്കണം. ദെൻ എയുടെ വാല്യൂ എത്ര ആയിരിക്കും? 50 മൈനസ് 6 ഡിവൈഡഡ് ബൈ 2 വിച്ച് വിൽ ബി ഈക്വൽ ടു 44 ഡിവൈഡഡ് ബൈ 2. ഇത് 22 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എയുടെ വാല്യൂ 22 ഡിയുടെ വാല്യൂ 2 ആയിട്ടുള്ള ഒരു സീരീസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. എയുടെ വാല്യൂ 22 ഡിയുടെ വാല്യൂ 2 ആണെങ്കിൽ 22, 24, 26 എക്സെട്ര. ഇത് ആദ്യത്തെ സീരീസ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. നിങ്ങൾക്ക് ഇനി ഡിയുടെ വാല്യൂ 3 ഇട്ട് കൊടുക്കുക. ഡി ഇസ് ഈക്വൽ ടു 3 ആകുമ്പോൾ എ ഇസ് ഈക്വൽ ടു 50 മൈനസ് 9 ബൈ 2 വിച്ച് വിൽ ബി ഈക്വൽ ടു അതും ഒരു ഫ്രാക്ഷൻ. 50 മൈനസ് 9 ബൈ 2 എന്ന് പറയുന്നതും ഒരു ഫ്രാക്ഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് ഡി ഈക്വൽ ടു 4 ഇട്ട് കൊടുക്കുക. ഡി ഈക്വൽ ടു 4 എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? എയുടെ വാല്യൂ 50 മൈനസ് 12 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 38 ഡിവൈഡഡ് ബൈ 2 14 കിട്ടി. അപ്പോൾ അടുത്ത സീരീസ് നിങ്ങൾക്ക് എഴുതാം എ 14 ഡി ഇസ് ഈക്വൽ ടു 4 14 18 22 എക്സെട്ര എന്ന് പറഞ്ഞ സീരീസ്. നമുക്ക് 4 സീരീസ് എഴുതണം. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത വാല്യൂ ഇട്ട് കൊടുക്കാം. ഇനി ഡിയുടെ വാല്യൂ അടുത്ത് ഏതായിരിക്കും? 8 ഇട്ട് കൊടുത്താൽ ശരിയായിരിക്കും. ഡിയുടെ വാല്യൂ നമുക്ക് 8 ഇട്ട് കൊടുത്ത് നോക്കാം. എ ഇസ് ഈക്വൽ ടു 50 മൈനസ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. കാരണം ഒരു ഡിവൈഡഡ് ബൈ 2 വരുമ്പോൾ മുകളിൽ ഒരു ഈവൻ നമ്പർ വരുന്ന രീതിയിൽ ഡിക്ക് വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് എയുടെ വാല്യൂ ഒരു കറക്റ്റ് ഫ്രാക്ഷനായിട്ട് കറക്റ്റ് നമ്പറായിട്ട് കിട്ടും, ഫ്രാക്ഷനായിട്ട് കിട്ടാണ്ട്. 8 ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ 50 മൈനസ് 24 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ ഏകദേശം 26 ഡിവൈഡഡ് ബൈ 2 13 കിട്ടും. അപ്പോൾ എ ഇസ് ഈക്വൽ ടു 13, കോമൺ ഡിഫറൻസ് ഈക്വൽ ടു 8. അപ്പോൾ 13 21
29 എക്സിട്ര. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് ഇത് കണ്ടുപിടിക്കാം. നമുക്ക് ഈ സം ഓഫ് n ടേംസിൻ്റെ ഇക്വേഷൻ ഇതിൽ ആവശ്യമാണ്. നിങ്ങൾക്ക് സാധാരണ ഇത്രയും സ്ഥലത്ത് നിങ്ങൾ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, സം ഓഫ് സർട്ടൻ ടേംസ് വന്നു, എന്നിട്ട് അതിൻ്റെ മിഡിൽ ടേം കണ്ടുപിടിക്കാനാണ് നിങ്ങൾക്ക് ഇത്ര തരം തന്നത്. പക്ഷേ അതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. സം ഓഫ് 5 ടേംസ് തന്നിട്ട് ഈക്വൽ ടു 100 തന്നിട്ട് നമുക്ക് അതിൻ്റെ മിഡിൽ ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ സുഖം. കാരണം അതിൻ്റെ തേർഡ് ടേം എന്ന് പറയുന്ന ഒരു മിഡിൽ ടേം അതിനുണ്ട്. പക്ഷേ സം ഓഫ് 4 ടേം എന്ന് പറയുമ്പോൾ അതിന് മിഡിൽ ടേം ഇല്ല. അവിടെ നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ സം ഓഫ് 5 ടേംസ് ഈക്വൽ ടു 100 എന്ന് തന്നു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് അതിൻ്റെ മിഡിൽ ടേം ഇസ് ഈക്വൽ ടു ഡിവൈഡഡ് ബൈ 5 20 ആയിരിക്കും കിട്ടും. ആ 20ന്ന് ഏതെങ്കിലും ഇഷ്ടമുള്ള കോമൺ ഡിഫറൻസ് ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് കുറച്ചും റൈറ്റ് സൈഡിലേക്ക് കൂട്ടി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര സീരീസ് ചെയ്താൽ. ഓക്കെ, ഇവിടെ S4 തന്നിരിക്കണം. അപ്പോൾ കുറച്ച് ഈ ഇക്വേഷൻ അറിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ടേം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 5 ആൻഡ് സം ഓഫ് ഫസ്റ്റ് 6 ടേം ഈസ് 105. അതായത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ട്, അതിൻ്റെ അതിൻ്റെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ളത് 5 ആണ്. ആൻഡ് സം ഓഫ് ഫസ്റ്റ് 6 ടേം നമുക്ക് തന്നിട്ടുള്ളത് 105 105. ഓക്കെ, ആദ്യത്തെ ടൈം 5, ഫസ്റ്റത്തെ 6 ടൈമിൻ്റെ സം എന്ന് പറയുന്നത് 105 നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, കാൽക്കുലേറ്റ് ദ ഫസ്റ്റ് 6 ടൈംസ് ഓഫ് സീക്വൻസ്. അതിൽ A1 A2 A3 അങ്ങനെ A6 വരെ ഉള്ള ടേംസ് കണ്ടുപിടിക്കാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അങ്ങനത്തെ ആ സീക്വൻസ് ആക്കി ചെയ്താൽ. ഓക്കെ, നമുക്ക് S6 തന്നിട്ടുണ്ട്. S6ൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് എയും ഡിയും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കണം. ഞാൻ പറഞ്ഞു Sn എന്ന് പറയുന്നത് n/2 × 2a + n-1 × d ആണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ക്വസ്റ്റൻ ഈ 105 ഇത് ഈക്വൽ ടു 105 നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റൻ നമുക്കൊന്ന് എഴുതി നോക്കാം. 6/2 = 2 ടൈംസ് a. ഏതൊരു വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 5. 2 ടൈംസ് 5 × n = 6 - 1 5 ടൈംസ് d = 105. ദാറ്റ് മീൻസ് 10 + 5d = 3. and press അടിക്ക് പോകുമ്പോൾ 105 divided by 3 which is equal to 35 ആട്ടോ വരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 5d = 35 - 10 = 25 d = 5 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എയും കിട്ടി ഡിയും കിട്ടി. ഇനി സീരീസ് ചെയ്താൽ ഭയങ്കര എളുപ്പമാണ്. a = 5 d = 5 5 10 15 20 25 30 എക്സെട്ര. ഓക്കെ, 1 2 3 4 5 6 ടൈം എഴുതാം. 6 ടൈമാണ് നമ്മൾ എഴുതാൻ പറ്റുള്ളത്. ഓക്കെ, സം ഓഫ് ഫസ്റ്റ് 6 ടൈംസ് 105 കിട്ടണമെന്ന് കൂട്ടി നോക്കിക്കോളൂ. 15 15 + 30 30 20 50 50 25 75 75 30 105. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏഴാമത്തെയും ഒരു സീരീസ്, അതിൻ്റെ 7ാമത്തെയും 8ാമത്തെയും ടൈമിൻ്റെ സം എന്ന് പറയുന്നത് 50 ആണ്. ആദ്യത്തെ 14 ടൈമിൻ്റെ സം കണ്ടുപിടിക്കാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത് വളരെ സിമ്പിളാണ്. ഒരു സീരീസ്, അതിൻ്റെ A7 + A8 എന്ന് പറയുന്നത് 50 ആണ്. ഓക്കെ, കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 14 ടൈംസ്. ഓക്കെ, ഇതാണ് നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളത്. ഇത് കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായി തോന്നുമെങ്കിലും ശരിക്കും ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യമാണ്. കൺസെപ്റ്റ് ഇതിൻ്റെ ബാക്കിലുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു 2 ടേമുകളുടെ സം, അതായത് പൊസിഷൻ്റെ സമ്മ് സെയിം ആണെങ്കിൽ ആ 2 നമ്പറുകളുടെ സമ്മും ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ സെയിം ആയിരിക്കും. നിങ്ങൾ ഈ സീരീസ് ഒന്ന് സങ്കല്പിച്ച് നോക്കുക. A1 ഒന്നാമത്തെ ടൈം A1 A2 A3 A4 A5 A6 A7 A8 A9 A10 A11 A12 A13 A14. ഓക്കെ, ഈ സീരീസിൻ്റെ ഉള്ളിൽ ഈ സം ഓഫ് പൊസിഷൻസ് 15 വരണം. ഇതിപ്പോൾ 7 8 15 അതുപോലെ തന്നെ സം ഓഫ് പൊസിഷൻസ് 15 വരണം. എത്ര പെയറുകളുണ്ട്? A1 + A14 ഒരു പെയർ, A2 + A13 ഒരു പെയറാണ്. അതുപോലെ തന്നെ A3 + A12 ഒരു പെയറാണ്.
A4 പ്ലസ് A11 ഒരു പെയറാണ്, A5 പ്ലസ് A10 ഒരു പെയറാണ്, A6 പ്ലസ് A9 ഒരു പെയറാണ്, ഇതൊരു പെയറാണ്. മൊത്തത്തിൽ എത്ര പെയറായി? 1 2 3 4 5 6 7 പെയറുകളുണ്ട്. അങ്ങനെ 7 പെയറുകൾ. ഈ പെയറുകളുടെ ഒക്കെ പ്രത്യേകത എന്താ? A1 പ്ലസ് A14 എത്രയായിരിക്കും? 50 ആയിരിക്കും. കാരണം 1 + 14 7 + 8 രണ്ടിൻ്റെയും വാല്യൂ 50, രണ്ടിൻ്റെയും വാല്യൂ 15 അപ്പോൾ അവരെ സമ്മ് സെയിം ആയിരിക്കും. അപ്പോൾ 7 × 50 ആയിരിക്കും ഇതിൻ്റെ 14 ടേമുകളുടെ സം എന്ന് പറയുന്നത്. ഓക്കെ, അത് വിച്ച് വിൽ ബി ഈക്വൽ ടു 7 × 50 എന്ന് പറഞ്ഞാൽ 350 ആയിരിക്കും ഇതിൻ്റെ ഉത്തരം. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നും, പക്ഷേ നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് ഇതാണ് പറയണത്. ഓരോ കൺസെപ്റ്റ് നിങ്ങൾ ഒരു പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് തോറാവുള്ളൂ. നിങ്ങൾ നേരത്തെ ഒരു സാധനം പഠിച്ചിട്ടുണ്ടാവും, സം ഓഫ് പൊസിഷൻ സെയിം ആണെങ്കിൽ സം ഓഫ് ദ ടേംസും സെയിം ആയിരിക്കും. ആ സാധനം നിങ്ങൾ അപ്പോൾ പഠിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, പക്ഷേ ഈ ഒരു പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 4ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, റൈറ്റ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ഈച്ച് അരിത്തമെറ്റിക് സീക്വൻസ് ഗിവൺ ബിലോ. അതായത് തന്നിക്കുന്ന സീരീസുകളിലെ 3 ടേം വെച്ചിട്ട് എഴുതണം. ഓക്കെ, ഇതിൽ ആദ്യത്തെ സീരീസ് വരുന്നത് ഫസ്റ്റ് ടേം ഓഫ് ദ സീരീസ് ഈക്വൽ ടു 30 ആൻഡ് ഫസ്റ്റ് സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഈക്വൽ ടു 300 ആണ് വരുന്നത്. അപ്പോൾ ഇതിലെ നമുക്കറിയാം 3 ടേം ഉണ്ടെങ്കിൽ അതിലെ സെൻറ്റർ ടേമും ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് 3 ചെയ്യുമ്പോഴാണ് 300 കിട്ടുന്നത്. അതായത് A3 × 3 ചെയ്യുമ്പോഴാണ് നമുക്ക് 300 കിട്ടിയിട്ടുള്ളത്. സോറി, A2 × 3 ചെയ്തപ്പോഴാണ് നമുക്ക് 300 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ A2ൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ തന്നെ 100 എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ A1 30, A2 100, ദാറ്റ് മീൻസ് കോമൺ ഡിഫറൻസ് ഈസ് 70, ദെൻ അടുത്ത ടേം 170 ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് പല വഴിയും ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് തന്നെ സെയിം കാര്യം നിങ്ങൾക്ക് സം ഓഫ് 3 ടേംസിൻ്റെ ഫോർമുല വെച്ചും ചെയ്യാം. A = 30 കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് സം ഓഫ് 3 ടേംസിൻ്റെ ഫോർമുല എത്ര? n/2 × 2a + n - 1 × ഡിയുടെ ഉള്ളിൽ ഈ എന്നിൻ്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം 3 ആണ്. 3/2 × 2a, 2 × 30 + 2 × d = 300 എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് ഡി കണ്ടുപിടിക്കാം. അപ്പോൾ എയും ഡിയും കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴും നിങ്ങൾക്ക് സീരീസ് എഴുതാം. ഓക്കെ, പക്ഷേ ഇത് കുറച്ചും കൂടി എളുപ്പമുള്ള വഴിയാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടുള്ളത്? രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ളത് ഫസ്റ്റ് ടേം 30, A = 30 ആൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 4 ടേംസ് ഈസ് 100. ഇവിടെ പ്രശ്നം കണ്ട, നമുക്ക് ഒരു മിഡിൽ ടേം ഇല്ല. മിഡിൽ ടേമിന് അപ്പോൾ ഡയറക്റ്റ്ലി ഡിവൈഡഡ് ബൈ 100 / 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ടേം ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഫോർമുല ഉപയോഗിക്കണം. Sn = അതായത് S4 = n/2, 4/2 × 2 times 13 2a + n - 1. n here is 4 - 1 3 times d is equal to 100 എന്ന് പറഞ്ഞ് കിട്ടും. നമുക്ക് ഇത് സോൾവ് ചെയ്ത് തന്നെ ഫുള്ള് സോൾവ് ഒന്നും ചെയ്യണില്ല, ഞാൻ ഉത്തരം ഇപ്പോൾ തന്നെ നോക്കി പറഞ്ഞുതരാം. ഡി നിങ്ങൾക്ക് ഇതിൽ നിന്ന് 30 കിട്ടാം. അപ്പോൾ A 30 D 30 ആയിട്ടുള്ള സീരീസ് 30 60 90 എന്നുള്ള അങ്ങനത്തെ ഒരു സീരീസ് നിങ്ങൾക്ക് കിട്ടും. വിച്ച് വിൽ ബി ദ ആൻസർ. ഓക്കെ, ഇനി വരുന്ന ക്വസ്റ്റ്യൻസൊക്കെ റിപ്പീറ്റേറ്റീവ് ആണ്, അതുകൊണ്ട് ഞാൻ ചെയ്യണില്ല. അപ്പോൾ ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ റിപ്പീറ്റഡ്ലി ചെയ്യുക. നിങ്ങൾക്ക് ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, അതൊരു ന്യൂറൽ നെറ്റ്വർക്കാണ്. അതായത് നമ്മൾ ഏറ്റവും ഒരു സാധനം പഠിച്ചു കഴിഞ്ഞിട്ട് അത് വീണ്ടും വീണ്ടും യൂസ് ചെയ്യുമ്പോൾ ആണ് നമ്മുടെ ബ്രെയിനിലെ കണക്ഷൻസ് ഇമ്പ്രൂവ് ആവുകയും നമുക്ക് ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് ഒക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം, ഞാൻ ഈ പാഠത്തിൽ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ മിനിമം ഒരു 5 തവണയെങ്കിലും എക്സാമിന് മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഞാൻ പറയാം എക്സാമിൽ 100 കിട്ടാനൊരു ബുദ്ധിമുട്ടില്ല. ഓക്കെ, ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ നിങ്ങൾ അത് എത്ര പ്രാവശ്യം നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ഭയങ്കര കോൺഫിഡൻസ് വരും. അതായത് ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനൊന്നും പ്രശ്നമില്ല, ഏത് എക്സാമിന് വന്നാലും ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് കുറച്ച് ഡിസ്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എക്സാമിൽ ആ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയെങ്കിലും ചെക്കാവും. പക്ഷേ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഒരു 3 4 5 പ്രാവശ്യം ചെയ്തു നോക്കുക. ഓക്കെ, സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറേ പ്രാവശ്യം ചെയ്യേണ്ട, ഒരു ടൈപ്പ് ഓഫ് ദ ക്വസ്റ്റ്യൻ 2 3 4 പ്രാവശ്യം ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞ പാഠം ഏകദേശം ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യണം. പക്ഷേ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ആൽജിബ്രയും രണ്ടിലും കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അതുകൊണ്ട് തന്നെ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ആൽജിബ്രയും കൂടി കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വളരെ
കൃത്യമായിട്ട് ഇത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഞാൻ അരിത്മെറ്റിക് സീക്വൻസ് ആൻഡ് ആൽജിബ്രയും കൂടി എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കഴിഞ്ഞ ഒരു 5 കൊല്ലത്തെ ക്വസ്റ്റ്യൻസിൽ ഒരു 100% നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഞാൻ ആക്കി തരും. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് ഇവിടെ കഴിഞ്ഞു. ഈ 3 ക്ലാസ്സുകളുണ്ട് അരിത്മെറ്റിക് സീക്വൻസ് ഞാൻ ഒരുവിധം കംപ്ലീറ്റ് ആക്കി. പ്രോബ്ലംസ് ഒരുവിധം ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ പ്രോബ്ലംസും ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇനി അരിത്മെറ്റിക് സീക്വൻസ് ആൻഡ് ആൽജിബ്രയും കൂടി പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ പാസ്റ്റ് 5 ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തം നമുക്ക് ഇരുന്ന് സോൾവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു തറോ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ചാപ്റ്റർ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ.